കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മൈലമൂട് വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സിറാജിനോട് എന്തുകൊണ്ടാണ് ചെവിയും പൊത്തി വരുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്ന് വെച്ചാൽ ശബ്ദമലിനീകരണം, സൗണ്ട് കാരണം ഒരു റോഡിലെ ഒരു ജനങ്ങൾക്കും പോലും ബുദ്ധിമുട്ടിലാണ്. ഈ സൗണ്ട് കാരണം 16,000 രൂപ കൊടുത്ത് ഈ സ്പീക്കർ വെച്ച് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന എത്ര ജീവൻ അരി മേടിച്ച് കഴിയാൻ പറ്റും? അതിന് പ്രതിഷേധമാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്യാതിരിക്കുന്നത്. ജനങ്ങളിൽ ഒരു തീരെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കും. അതിന് പ്രതിഷേധമായാണ് നമ്മൾ ആളുകളെ വീടുകളിൽ ചെന്ന് പറയുന്നത്. സൗണ്ട് ഇല്ലാതെ ഒരു തീരെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. ഇലക്ഷൻ കമ്മീഷനും പഞ്ചായത്തിലും പറഞ്ഞേക്കുന്ന 25,000 രൂപയാണ് ചിലവാക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ ജനങ്ങൾ ചിലവാക്കുന്നത് വെച്ചാൽ അലോട്ട്മെൻറ്റിന് തന്നെ 16,000 രൂപയാവും. വലിയ കട്ടൗട്ട് അടിക്കുന്നതിന് തന്നെ 10-12,000 രൂപ വെച്ച് ചിലവാകും. അപ്പോൾ കണക്കിൽ കാണിക്കുന്ന ഇപ്പോൾ തന്നെ ആളുകൾ കള്ളമാണ് കാണിക്കുന്നത്. എൻ്റെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചെറിയ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്, 1,800 രൂപയാണ്. ഒരു 100 പോസ്റ്റ് അടിച്ചിട്ടുണ്ട്, 2,500 രൂപയാണ്. ഒരു 450 പിന്നെ കാർഡ് അടിച്ചിട്ടുണ്ട്, 1000 രൂപയാണ്. പിന്നെ 2,000 രൂപ നോമിനേഷൻ. എനിക്ക് വണ്ടിയിൽ എണ്ണ അടിച്ച് സ്കൂട്ടിയിൽ ഓടിയത് ഒരു 500 രൂപ. ഇത്രയും രൂപയാണ് എനിക്ക് ചിലവായിട്ടുള്ളത്. അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ 25,000-ൽ നിൽക്കില്ല, 1,00,000-ൽ നിൽക്കില്ല, 2,00,000-ന് പുറത്ത് ചിലവാകും ആളേക്ക്. ഇതിൻ്റെ കണക്ക് കാണിക്കുന്നതും 25,000-ന് താഴെയാണ്. ഇപ്പം തന്നെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു തീരെ മാത്രമേ ഞാൻ ഒരു വോട്ടർമാരെ വീടുകളിൽ പോയിട്ട് ഒരു വോട്ടാണ് ചോദിക്കുന്ന ഒരു വീടുകളിൽ. പിന്നെ പ്രവർത്തനം നല്ലതാണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വികസനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഈ 12-ാം വാർഡ് മൈലമൂടിൽ ഒരു വികസനം പോലും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഒരു തടം പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കോടിക്കണക്കിന് രൂപ ലാസ്റ്റായി പോയേക്കാണ് പൈസ. പിന്നെ രണ്ടെന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ കയറുമ്പോഴും അവർ നല്ല നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അലോട്ട്മെൻറ്റ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,000 രൂപയാകും അലോട്ട്മെൻറ്റിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവും. എന്ന് വെച്ചാൽ ശബ്ദമലിനീകരണം, അതിന് പ്രതിഷേധമായിട്ടാണ് ഞാൻ ഒരു വോട്ട് ആളുകളുടെ ചോദിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ നല്ല രീതി വരില്ല. 5 വർഷത്തിൽ വന്നിട്ട് ഈ കോമാളി കാണിച്ച് പോണ രാഷ്ട്രീയക്കാരും നേതാക്കൾ മാത്രമേ നമുക്കുള്ള വാർഡുകളിൽ പ്രവർത്തിക്കുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. അതിനും കൂടെ പ്രതിഷേധമായിട്ടാണ് എൻ്റെ ഒരു വോട്ട് മൊബൈൽ അടയാളത്തിൽ ഞാൻ ചോദിക്കുന്നത്. എല്ലാവരുടെയും കൈകളിൽ ഉള്ളതാണ് മൊബൈൽ. ഇത്രയധികം സ്ഥാനാർത്ഥികൾ നമ്മുടെ മൈലമൂട് വാർഡിലുണ്ടല്ലോ, വിജയസാധ്യത എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വിജയസാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ സ്ഥലത്തെല്ലാം നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. 10 പേര് മത്സരിച്ചാലും 9 പേര് മത്സരിച്ചാലും ഒരാൾ മാത്രമേ ജയിക്കത്തുള്ളൂ. ജയമോ പരാജയമോ അല്ല, നമ്മൾക്ക് ഓരോരുത്തർ ചെയ്യുന്ന വോട്ടുകളും നമ്മളെ വിജയമാണ്. നല്ല മനുഷ്യർക്ക് നല്ല രീതിക്ക് വേണ്ടി, നല്ല പ്രകടനയ്ക്ക് വേണ്ടി ഒരു വോട്ട് ചോദിക്കുന്നു. വികസനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈലമൂട് വാർഡിൽ ഒരു വികസനം ചെയ്തിട്ടില്ല. തടം ഒന്നുപോലും കോൺക്രീറ്റ്. നമ്മളെ തൊട്ടടുത്ത ഡാലി വാർഡിൽ നടവഴി വരെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഇത് ഫണ്ടില്ലാഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ചോഴിയക്കോട്, മൈലമൂടിൻ്റെ ഹൃദയഭാഗമാണ് ചോഴിയക്കോട് വാർഡിലെ ഈ ലൈറ്റ്. എത്ര മാസമായി, 9 മാസമായി കത്താതിരുന്നിട്ട് അത് ഒരു തീരെ വന്ന് ശരിയാക്കും, കളഞ്ഞിട്ട് പോകും. ഇതിന് പോലും പാർട്ടിയില്ലാത്ത വാർഡ് മെമ്പർമാരായിരുന്നു കഴിഞ്ഞതിനിരുന്നതും കഴിഞ്ഞതിൻ്റെ മുമ്പിരുന്നതും. അതിനൊരു മാറ്റം കൊണ്ടുവരും. പഞ്ചായത്തിലുള്ള അർഹതപ്പെട്ടവർക്കും അല്ലാത്തപ്പെട്ടവർക്കും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പിന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൈകളിൽ എത്തിക്കും. ഇലക്ഷൻ കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീടുകളിൽ ഞാൻ ചെന്ന് പറയും ഞാൻ ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വോട്ട് കിട്ടിയെന്നുള്ള പറയുന്ന രീതിയായിരിക്കണം ഇനിയുള്ള മെമ്പർമാരെങ്കിലും ചെയ്യേണ്ടത്. ഒരു ഉണ്ടെങ്കിലും ജനങ്ങളിൽ അത് എത്തിക്കുക. ഒന്നീ ഫോൺ വിളിച്ച്, അല്ലെങ്കിൽ ഈ വോട്ട് ചോദിക്കാൻ 6ഉം 7ഉം തീരെ പോണ സ്ഥാനാർത്ഥിമാർ ജയിച്ചു കഴിഞ്ഞാൽ ഒരു തീരെ പോലും ഒരാൾക്കുള്ള വീടുകളിൽ എത്തുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം.